കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അപ്ലൈഡ് കോസ്റ്റിംഗ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചില എക്സ്പെക്റ്റഡ് തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഇതാണ്, വാട്ട് ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ളതാണ്. എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് that identifies, records, analyzes and control cost of product or services to assist management in decision making. കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത് എന്താണ്? ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ കോസ്റ്റിനെ എന്ത് ചെയ്യുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനെ റെക്കോർഡ് ചെയ്യുകയും അതിനെ അനലൈസ് ചെയ്യുകയും അതേപോലെ തന്നെ അതിൻ്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ അപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് കൂടെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി. ഈ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ ഒന്നാമത്തത് കോസ്റ്റ് അസർട്ടൈൻമെൻ്റ് ആണ്. അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടെത്തുക, മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ വരുന്നത്. രണ്ടാമത്തെ വരുന്നത് കോസ്റ്റ് കൺട്രോൾ ആൻഡ് റിഡക്ഷൻ ആണ്. അതായത് കോസ്റ്റ് കൺട്രോൾ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തുകൊണ്ട് വേരിയൻസ് കണ്ടെത്തുക, എന്നിട്ട് കോസ്റ്റ് റിഡക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് കോസ്റ്റിനെ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി അതേപോലെ ബജറ്ററി കൺട്രോൾ എന്നുള്ളതാണ് മറ്റൊരു സ്കോപ്പ് വരുന്നത്. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചറുമായിട്ട് ബന്ധപ്പെട്ട പ്ലാനിങ് നടത്തുക എന്നുള്ളതാണ്. അതേപോലെ ഇൻവെൻട്രി കൺട്രോളാണ് മറ്റൊന്ന് വരുന്നത്. അതായത് മെറ്റീരിയൽ, ലേബർ, അതേപോലെ ഓവർ ഹെഡ്, ഇതൊക്കെ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. മറ്റൊരു സ്കോപ്പ് വരുന്നത് കോസ്റ്റ് ഓഡിറ്റ് ആണ്. അതായത് വെരിഫൈങ് കറക്റ്റ്നെസ് ഓഫ് കോസ്റ്റ് റെക്കോർഡ്. കോസ്റ്റ് റെക്കോർഡുകളെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുന്ന സിസ്റ്റമാണ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി വേറൊന്ന് വരുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. അതായത് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും എന്താണ് ഇതിൻ്റെ ഒരു സ്കോപ്പിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയും സ്കോപ്പാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. അതായത് കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ്, കോസ്റ്റ് കൺട്രോൾ ആൻഡ് റിഡക്ഷൻ, ബജറ്ററി കൺട്രോൾ, ഇൻവെൻട്രി കൺട്രോൾ, കോസ്റ്റ് ഓഡിറ്റ്, അതേപോലെ ഡിസിഷൻ മേക്കിംഗ്. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ കോസ്റ്റിംഗ്. എന്താണ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെക്നിക് ആൻഡ് എ പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. കോസ്റ്റ് കണ്ടെത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, കോസ്റ്റിംഗ് എന്ന് പറയുക. ICMA ലണ്ടൻ ഡിഫൈൻ ചെയ്തതാണ് ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. അതായത് കോസ്റ്റിംഗ് ഇൻക്ലൂഡ് ചെയ്യുന്നതൊക്കെയാണ് ടെക്നിക്ക് ഓഫ് അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റും പ്രോസസ് ഓഫ് അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റും ഉൾപ്പെടുന്നതാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടെക്നിക്ക് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ് ആണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ എന്താണ് കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കൂടെ പ്രസൻറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ഇതുകൂടെ ആഡ് ആകുന്ന സമയത്താണ് അത് കോസ്റ്റ് അക്കൗണ്ടൻസി ആയിട്ട് മാറുന്നത്. ഇത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു, മാനേജ്മെൻറ്റിന് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതുകൂടെ ഉൾപ്പെടുമ്പോൾ അതെന്താണ്, കോസ്റ്റ് അക്കൗണ്ടൻസി എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ. ഇനി മറ്റൊരു ടേമാണ് ഇതിൽ കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ്റ്റ് സെൻറ്റർ, അതായത് കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലൊക്കേഷൻ ഓർ ഡിപ്പാർട്ട്മെൻറ്റ് വെർ കോസ്റ്റ് ആർ കളക്റ്റഡ്. നമ്മൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ അതിന് മുകളിൽ കോസ്റ്റ് കളക്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു സെൻറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓക്കെ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഇതൊക്കെ എന്താണ്, ഒരു കോസ്റ്റ് സെൻറ്ററാണ്. ഓക്കെ, ലൊക്കേഷൻ ഓർ ഡിപ്പാർട്ട്മെൻറ്റ് വെർ കോസ്റ്റ് ആർ കളക്റ്റഡ്. ഇനി മറ്റൊന്നാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ് ഫോർ വിച്ച് കോസ്റ്റ് ഈസ് മെഷേർഡ്. നമ്മൾ കോസ്റ്റ് ഒരു ഐറ്റത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ എങ്ങനെയാണോ നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്, ആ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഫോർ വിച്ച് കോസ്റ്റ് ഈസ് മെഷേർഡ്. ഫോർ എക്സാമ്പിൾ പെർ കിലോഗ്രാം, പെർ ലിറ്റർ, പെർ സർവീസ്, ഓക്കെ. അപ്പോൾ പെർ പേഴ്സൺ അത് ആ രീതിയിൽ പറയുന്നു, കിലോഗ്രാമിന് ഇത്ര റേറ്റ് എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ഇതെന്താണ്, ഒരു കോസ്റ്റ് യൂണിറ്റാണ്. പെർ ലിറ്റർ എന്ന് പറയുന്ന ഒരു കോസ്റ്റ് യൂണിറ്റാണ്. ഓക്കെ. ഇനി ഇതിൽ വരുന്ന മറ്റൊരു ടേമാണ് പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് ഓർ ഡിവിഷൻ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ
ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ബോത്ത് ജനറേറ്റിംഗ് റവന്യൂ ആൻഡ് മാനേജിങ് കോസ്റ്റ്. റവന്യൂ ഉണ്ടാക്കാനും അതേപോലെ കോസ്റ്റ് മാനേജ് ചെയ്യാനും രണ്ടിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഡിവിഷൻ അല്ലെങ്കിൽ യൂണിറ്റാണ് ഒരു ബിസിനസ്സിലെ പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട വരുമാനവും അതേപോലെ തന്നെ കോസ്റ്റും ഇത് രണ്ടും നമ്മൾ നോക്കിയിട്ട് രണ്ടും മാനേജ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് അല്ലെങ്കിൽ ഒരു ഡിവിഷനാണ് പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. അതായത് പ്രോഫിറ്റ് നമ്മൾ റവന്യൂവും അതേപോലെ കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടാണ് പ്രോഫിറ്റ് കണ്ടെത്തുന്നത്. പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ രണ്ടിനെക്കുറിച്ചും കോസ്റ്റ് മാനേജ് ചെയ്യണം, അതേപോലെ തന്നെ റവന്യൂ ജനറേഷനെ കുറിച്ചും നമ്മൾ അറിയണം. അപ്പോൾ രണ്ടും കമ്പയർ ചെയ്തുകൊണ്ടാണ് പ്രോഫിറ്റ് കണ്ടെത്തുന്നത്. അപ്പോൾ പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓർ ഡിവിഷൻ. ഓക്കെ, ഒരു യൂണിറ്റോ അല്ലെങ്കിൽ ഡിവിഷനാണ്. ആ ഒരു യൂണിറ്റ് എന്തിന് റെസ്പോൺസിബിളാണ്? റവന്യൂ ഉണ്ടാക്കുന്നതിലും അതേപോലെ കോസ്റ്റ് മാനേജ് ചെയ്യുന്നതിലും ഉത്തരവാദിയാണ്. ആ ഒരു സെൻറ്ററിനെയാണ് നമ്മൾ പറയുന്നത് പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. അത് ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സെൻറ്റർ റെസ്പോൺസിബിൾ നോട്ട് ഓൺലി ഫോർ പ്രോഫിറ്റിന് മാത്രമല്ല റെസ്പോൺസിബിൾ ആകുന്നത്, ബട്ട് ആൾസോ ഫോർ ദി എഫിഷ്യൻറ്റ് യൂസ് ഓഫ് അസറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിനും അതിൻ്റെ യൂസേജിൻ്റെ എഫിഷ്യൻസിക്കും റെസ്പോൺസിബിൾ ആണെങ്കിൽ അതിനെ നമ്മൾ പറയും? ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയും. Okay, a center which is responsible not only for profit but also for efficient use of asset invested. ഇനി എന്താണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോസ്റ്റ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് എ ഡീറ്റെയിൽഡ് ബ്രേക്ക് ഡൗൺ ഓഫ് ഓൾ കോസ്റ്റ് ഇൻകേർഡ് ബൈ എ ബിസിനസ് ടു പ്രൊഡ്യൂസ് എ സ്പെസിഫിക് പ്രൊഡക്റ്റ് ഓർ സർവീസസ് ഓവർ എ സെറ്റ് ഓഫ് പീരീഡ്. ഒരു കോസ്റ്റ് ഷീറ്റ് നൽകുന്നത് എന്താണ്? ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സർവീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പീരീഡിലെ കംപ്ലീറ്റ് ഓവറോൾ കോസ്റ്റ് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ പറയുന്നത്? കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കോസ്റ്റ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡ്സ് ഡീറ്റെയിൽഡ് ഓഫ് ഓൾ കോസ്റ്റ് ഇൻകേർഡ് ബൈ ബിസിനസ് ടു പ്രൊഡ്യൂസ് എ സ്പെസിഫിക് പ്രോഡക്റ്റ് ഓർ സർവീസസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇനി വാട്ട് ഈസ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്? എന്താണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മെഷേഴ്സ് ദി ഡിഫറൻസസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ അലോഡ് ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ ആൻഡ് ദി ആക്ച്വൽ കോസ്റ്റ് ഇൻകേർഡ്. അതായത് നമ്മൾ മുമ്പേ സെറ്റ് ചെയ്യുന്ന ഒരു പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉണ്ടാവും. ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റും അതേപോലെ ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ പറയുന്നത്? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് മെഷേഴ്സ് ദി ഡിഫറൻസസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. ഇനി മറ്റൊന്ന് വരുന്നത് ഒരു ടേം എന്താണ്? EBQ എന്ന് പറയുന്ന ടേമാണ്. EBQ അതായത് EBQ മെഷർ ചെയ്യുന്നത് എന്താണ്? EBQ കാണിക്കുന്നത് എന്താണ്? ഒപ്റ്റിമം ബാച്ച് സൈസ് ദാറ്റ് മിനിമൈസസ് ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് നമ്മൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കുന്ന ഏറ്റവും നല്ല ഒപ്റ്റിമം ബാച്ച് സൈസ് ഏതാണെന്ന് കണ്ടെത്തുന്നതാണ് EBQ എന്ന് പറയുന്നത്. ഇത് ഒപ്റ്റിമം ബാച്ച് സൈസ് ദാറ്റ് മിനിമൈസസ് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. മൊത്തം ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കുന്ന ഒപ്റ്റിമം ബാച്ച് സൈസ് ഏതാണെന്ന് കണ്ടെത്തുന്നതാണ് EBQ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് സെമി വേരിയബിൾ ഓവർഹെഡ്? എന്താണ് സെമി വേരിയബിൾ ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെമി വേരിയബിൾ ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി വേരിയബിൾ കോസ്റ്റ് ആർ എക്സ്പെൻസസ് ദാറ്റ് ഇൻക്ലൂഡ് എ മിക്സ്ചർ ഓഫ് ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും രണ്ടും ഉൾപ്പെടുന്നതാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും മാറ്റം വരാത്ത കോസ്റ്റാണ്. ലെവൽ ഓഫ് പ്രൊഡക്ഷൻ മാറിയാലും ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് മാറുന്നില്ല. അതിനെയാണ് നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ കോസ്റ്റ് മാറുന്നില്ലെങ്കിൽ അത്തരം കോസ്റ്റിന് നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയും. എന്നാൽ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ മാറുന്നതിനനുസരിച്ച് മാറുന്ന കോസ്റ്റാണ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഇത് രണ്ടും ചേർന്നുകൊണ്ടുള്ള മിക്സ്ചർ ആയിട്ടുള്ളതാണ്. ഇത് രണ്ടിൻ്റെയും മിക്സ്ചറിനെയാണ് നമ്മൾ സെമി വേരിയബിൾ എന്ന് പറയും. പാർഷ്യലി എന്താണ്? ഫിക്സ്ഡ് ആണ്, പാർഷ്യലി വേരിയബിൾ ആയിരിക്കും. അതിന് നമ്മൾ സെമി വേരിയബിൾ ഓവർഹെഡ് എന്ന് പറയും. ഇനി വാട്ട് ഈസ് സ്ക്രാപ്പ് എന്നുള്ളതാണ്. ഓക്കെ, സ്ക്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആണ് ഫ്രം മാനുഫാക്ചറിങ് ആൻഡ് റിപ്പയറിംഗ് പ്രോസസ്സ്. മാനുഫാക്ചറിങ്ങിൽ നോർമലി ഉണ്ടാകുന്ന വേസ്റ്റ് ഓഫ് മെറ്റീരിയലിനെയാണ് നമ്മൾ സ്ക്രാപ്പ് എന്ന് പറയുന്നത്. സ്ക്രാപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റീസെയിലബിൾ ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും വിൽക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വേസ്റ്റ് എന്നുള്ളത് വേറെ തന്നെയാണ്, ഒരു വേസ്റ്റ് തന്നെയാണ്. പക്ഷേ വേസ്റ്റ് എന്താണ്? സെയിലബിൾ ആണ്, റീസെയിലബിൾ ആണ്. അതിനെയാണ് നമ്മൾ സ്ക്രാപ്പ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ടേമാണ് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോസ്റ്റിംഗ് മെത്തേഡ് യൂസ്ഡ് വെൻ ഐഡൻറ്റിക്കൽ യൂണിറ്റ് ആർ
പ്രൊഡ്യൂസ്ഡ് ഇൻ ബാച്ച്. അതായത് ഒരു ബാച്ചായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊഡക്ഷൻ നടത്തുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്, ബാച്ച് ബേസ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ ബാച്ച് ബേസ് ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഓരോ ബാച്ചിൻ്റെയും കോസ്റ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് പ്രോസസ് കോസ്റ്റിങ്ങും ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ പ്രോസസ് കോസ്റ്റിങ്ങും ജോബ് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്? ഓക്കെ, പ്രോസസ് കോസ്റ്റിംഗ് അതേപോലെ ജോബ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രൊഡക്ഷനാണ്. ഇതിങ്ങനെ ഓരോ പ്രോസസ്സിലൂടെ കടന്നു പോയിക്കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നതാണ് എന്ത്, പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഓർഡറിനെ ബേസ് ചെയ്തുകൊണ്ട്, ജോബ് ഓർഡറിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന കോസ്റ്റാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പ്രോസസ് കോസ്റ്റിങ്ങിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോമോജീനിയസ് ആണ്, ഒരേപോലെയുള്ള പ്രൊഡക്റ്റുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ ജോബ് കോസ്റ്റിങ്ങിൽ കസ്റ്റമൈസ്ഡ് ആണ്, എന്നാൽ കസ്റ്റമറുടെ താല്പര്യത്തിനനുസരിച്ച് ഉണ്ടാക്കുന്നതാണ് ഈ ഒരു കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ജോബ് കോസ്റ്റിങ്ങിൽ കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റാണ്, പ്രോസസ്സിൽ എന്താണ്, ഹോമോജീനിയസ് പ്രൊഡക്റ്റാണ്. ഇനി പ്രോസസ് കോസ്റ്റിങ്ങിൽ പ്രൊഡക്ഷൻ ഈസ് ഫോർ സ്റ്റോക്കാണ്. അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, അത് എന്ത് ചെയ്യുന്നു, വെയർ ഹൗസിൽ സൂക്ഷിക്കുന്നു, ആവശ്യം വരുമ്പോൾ സെയിൽ ചെയ്യുന്നു. എന്നാൽ ജോബ് കോസ്റ്റിങ്ങിലോ പ്രൊഡക്ഷൻ ഈസ് നോട്ട് ഫോർ സ്റ്റോക്ക്. നമ്മൾ കസ്റ്റമറുടെ ഓർഡറിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ജോബ് കോസ്റ്റിംഗ് വരുന്നത്. ഓക്കെ, ഇനി കോസ്റ്റ് അക്യുമുലേറ്റഡ് ബൈ പ്രോസസ് ആണ് പ്രോസസ് കോസ്റ്റിങ്ങിൽ. ഇവിടെ എന്താണ്, കോസ്റ്റ് അക്യുമുലേറ്റഡ് ബൈ ജോബ്, ഓരോ ജോബിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, ഇവിടെ ഓരോ പ്രോസസ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇനി പ്രോസസ് കോസ്റ്റിംഗ് സ്യൂട്ടബിൾ ഫോർ മാസ് പ്രൊഡക്ഷൻ, വലിയ പ്രൊഡക്ഷനാണ് പ്രോസസ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത് നോർമലി. ജോബ് കോസ്റ്റിംഗ് സ്യൂട്ടബിൾ ഫോർ യുണീക്ക് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ടാകും എല്ലാ സമയത്തും പ്രോസസ് കോസ്റ്റിങ്ങിൽ, എന്നാൽ ജോബ് കോസ്റ്റിങ്ങിൽ വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ഓക്കെ, എല്ലാ സമയത്തും ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നുള്ളതാണ്. ഇനി എന്താണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്? കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ഇൻ വിച്ച് കോസ്റ്റ് ആർ അട്രിബ്യൂട്ടഡ് ടു ഇൻഡിവിജ്വൽ കോൺട്രാക്ട്. ഓരോ കോൺട്രാക്റ്റും, അതായത് ഇപ്പോൾ കോൺട്രാക്റ്റ് ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു സ്പെസിഫിക് കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് കണ്ടെത്തുന്ന കോസ്റ്റാണ്. ഇപ്പോൾ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ, റോഡ് കൺസ്ട്രക്ഷൻ, ഇതൊക്കെ ഒരു കോൺട്രാക്റ്റാണ്. അപ്പോൾ ഓരോ കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കോസ്റ്റ് കണ്ടെത്തുന്നതാണ് എന്ത്, കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, കോൺട്രാക്ട്സ് ആർ ജനറലി അറ്റ് ലാർജ് സൈസ്, നോർമലി വലിയ സൈസ് ആയിരിക്കും. അതേപോലെ കോൺട്രാക്ട് ഇറ്റ് സെൽഫ് ഈസ് എ കോസ്റ്റ് യൂണിറ്റ്, കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു കോസ്റ്റ് യൂണിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അതേപോലെ സെപ്പറേറ്റ് അക്കൗണ്ട് ഈസ് മെയിൻറ്റൈൻഡ് ഫോർ ഈച്ച് കോൺട്രാക്ട്, ഓരോ കോൺട്രാക്റ്റിനും നമ്മൾ സെപ്പറേറ്റ് അക്കൗണ്ടുകൾ ഉണ്ടാക്കും. ദേ ആർ നോർമലി ക്യാരിഡ് ഔട്ട് ഫോർ ലോങ് പീരീഡ് ആൻഡ് കംപ്ലീറ്റഡ്. ഓക്കെ, കുറേ സമയത്തേക്ക് ലോങ് പീരീഡിലേക്ക് വരുന്നതാണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. കോമൺ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആർ അപ്പോർഷൻഡ് ഓവർ ഡിഫറെൻറ്റ് കോൺട്രാക്ട്. കോൺട്രാക്റ്റിൽ നോർമലി കോമൺ ആയിട്ട് വരുന്ന എക്സ്പെൻസുകൾ ഉണ്ടാകും, അത് ഡിഫറെൻറ്റ് കോൺട്രാക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും, അപ്പോർഷൻമെൻറ്റ് നടത്തുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ വരുന്ന മറ്റൊരു ടേമാണ് നോഷണൽ പ്രോഫിറ്റ്. കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൽ വരുന്നൊരു ടേമാണ് നോഷണൽ പ്രോഫിറ്റ്. ദ പ്രോഫിറ്റ് അപ്പോൺ ദി ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് ഇസ് കോൾഡ് നോഷണൽ പ്രോഫിറ്റ്. അതായത് നമ്മുടെ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യാത്ത സമയത്തുള്ള പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് അപ്പോൺ ദി ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് ഇസ് കോൾഡ് നോഷണൽ പ്രോഫിറ്റ്. ഇനി മറ്റൊന്നാണ് സബ് കോൺട്രാക്ട്. സബ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കോൺട്രാക്ട് എടുത്ത ആൾ വീണ്ടും വേറെ ആൾക്ക് കോൺട്രാക്ട് കൊടുക്കുന്നു. പാർട്ട് ഓഫ് ദി കോൺട്രാക്ട് വർക്ക് അസൈൻ ടു അനദർ കോൺട്രാക്ട്. ഇപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ പെയിൻറ്റിങ്, വയറിങ് ഇതേപോലെയുള്ളത് വേറെ ആൾക്ക്, ഒരാൾ മെയിൻ ഒരു കോൺട്രാക്ട് എടുത്തിട്ടുണ്ടാവും, അത് വേറെ ആൾക്ക് എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് കൊടുക്കുന്നതാണ് എന്ത്, സബ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് അബ്നോർമൽ പ്രോസസ് ലോസസ് എന്നുള്ളതാണ്. അബ്നോർമൽ പ്രോസസ് ലോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ അൺഎക്സ്പെക്റ്റഡ് ഓർ അബ്നോർമൽ കണ്ടീഷൻ. നോർമൽ കണ്ടീഷൻ അല്ലാതെ ഉണ്ടാകുന്ന ലോസസിനെയാണ് നമ്മൾ അബ്നോർമൽ പ്രോസസ് ലോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്ലാന്റ് ബ്രേക്ക് ഡൗൺ ആകുന്നു, അല്ലെങ്കിൽ മെറ്റീരിയൽ എന്താണ്, സബ്സ്റ്റാൻഡേർഡ് ആണ്, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നു. ഇങ്ങനെ വരുന്ന ലോസസിനെ നമ്മൾ എന്ത് പറയും, അബ്നോർമൽ പ്രോസസ് ലോസസ് എന്ന് പറയും. ഓക്കെ, ഇനി ഇതിൽ വരുന്ന മറ്റൊരു ടേമാണ് ജോയിൻറ്റ് പ്രോഡക്റ്റ്. ജോയിൻറ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടു ഓർ മോർ മെയിൻ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് സൈമിൾട്ടേനിയസ്ലി ഫ്രം സെയിം റോ മെറ്റീരിയൽ. ഒരേ റോ മെറ്റീരിയലിൽ നിന്നും ഒരേ ഇമ്പോർട്ടൻ്റ് ഉള്ള രണ്ട് പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ പ്രൊഡക്റ്റുകളോ ഉൽപ്പാദിപ്പിക്കുന്നതിനെ നമ്മൾ ജോയിൻറ്റ് പ്രോഡക്റ്റ് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ മാനുഫാക്ചറിങ് ഓഫ് പെട്രോളിയം പ്രൊഡക്റ്റുകളൊക്കെ ഒരേപോലെ എന്താണ് ഇമ്പോർട്ടൻ്റ് ഉള്ള പ്രൊഡക്റ്റുകൾ ഒരേ പ്രോസസ്സിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്, ജോയിൻറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്.
ഇനി ഇതിൽ വരുന്ന വേറൊരു ടേമാണ് ബൈ പ്രൊഡക്റ്റ്. ബൈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ പ്രൊഡക്റ്റ് ഉണ്ടാവും, അതിൻ്റെ സബ്ബായിട്ടും ഉണ്ടാവും. അതായത് പ്രൊഡക്റ്റ് ദാറ്റ് ആർ ഇൻസിഡൻ്റൽ ഓർ സെക്കൻഡറി ടു ജോയിൻ പ്രൊഡക്ഷനാണ്. അതായത് നമ്മൾ രണ്ട് പ്രൊഡക്റ്റുകൾ ഉണ്ടാകുന്നു, അതിൽ ഒന്നെന്താണ് മെയിനാണ്, മറ്റൊന്നെന്താണ് സബ്ബാണ്, ഓക്കെ സെക്കൻഡറി ആണ്. അങ്ങനെ വരുന്നതാണ് നമ്മളെന്ത്, അതായത് ലോ എക്കണോമിക് വാല്യൂ ഉള്ള പ്രൊഡക്റ്റുകളായിരിക്കും. അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളെ നമ്മളെന്ത് പറയും, ബൈ പ്രൊഡക്റ്റ് എന്ന് പറയും. ഇനി ഇതിൽ വരുന്ന മറ്റൊരു ടേമാണ് പ്രോസസ് കോസ്റ്റിങ്ങിൽ തന്നെ ഇക്വാലൻ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇക്വാലൻ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് പാർഷ്യലി കംപ്ലീറ്റഡ് യൂണിറ്റ്, അതായത് വർക്കിംഗ് പ്രോഗ്രസ്സിനെ ഇക്വാലൻ്റ് ഫുള്ളി കംപ്ലീറ്റഡ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് പാർഷ്യലി കംപ്ലീറ്റഡ് യൂണിറ്റ്സ് ഇൻറ്റു ഇക്വാലൻ്റ് ഫുള്ളി കംപ്ലീറ്റഡ് യൂണിറ്റ്. പാർഷ്യലി കംപ്ലീറ്റഡിനെ ഫുള്ളി കംപ്ലീറ്റഡിലേക്ക് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ ഇക്വാലൻ്റ് പ്രൊഡക്ഷൻ എന്ന് നമ്മൾ പറയും. ഓക്കെ, എന്താണ് പ്രോസസ് കോസ്റ്റിംഗ്, വാട്ട് ആർ ദി ഫീച്ചേഴ്സ്, വാട്ട് ആർ ദി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ജോബ് കോസ്റ്റിംഗ് ആൻഡ് പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളതാണ്. ഇവിടെ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് വിച്ച് കാൽക്കുലേറ്റ് കോസ്റ്റ് ഫോർ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ പ്രോസസ്. ഒരു കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുന്ന ഓരോ പ്രോസസ്സിനെയും കോസ്റ്റ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡിനെയാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് എന്തൊക്കെയാണ്? ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് ഒന്ന്, പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ് ആണ്, തുടരെയായിട്ട് പോകുന്നു. അതേപോലെ പ്രൊഡക്ട്സ് ആർ സ്റ്റാൻഡേർഡൈസ്ഡ്, നല്ല സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊഡക്റ്റ് ആയിരിക്കും. ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആയിരിക്കും. പ്രൊഡക്റ്റ് പാസസ് ത്രൂ 2 or more പ്രോസസ്സ്, രണ്ടിൽ കൂടുതൽ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു. ഇവിടെ എന്തുണ്ടാകും, വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ടാകും. പിന്നെ പ്രൊഡക്റ്റ് ആർ നോട്ട് ഡിസ്റ്റിങ്വിഷബിൾ ഇൻ പ്രോസസ്സിംഗ് സ്റ്റേജ്. ഓരോ പ്രോസസ്സിംഗ് സ്റ്റേജിലും നമുക്ക് പ്രൊഡക്റ്റിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് എടുക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. ഇനി ഇതിൻ്റെ ഡിഫറൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പ്രോസസ് കോസ്റ്റിങ്ങും ജോബ് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇനി ഇതിൽ വരുന്ന മറ്റൊരു ടേമാണ് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സർവീസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്നും പറയും. മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദി കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് സർവീസ് റേദർ ദാൻ പ്രൊഡ്യൂസിങ് ഗുഡ്സ്. അതായത് പ്രൊഡക്ഷൻ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ലാത്ത സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ കോസ്റ്റ് കണ്ടെത്തുന്നതിൻ്റെ മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുക, സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദി കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് സർവീസ്. ഓക്കെ, ഇനി മറ്റൊരു ടേമാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം വേർ കോസ്റ്റ് ആർ റെക്കോർഡഡ് ആഫ്റ്റർ ദേ ആർ ഇൻകേർഡ് ബേസ്ഡ് ഓൺ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ. ഒരു കോസ്റ്റ് ആക്ച്വലി ഇൻകർ ചെയ്തതിന് ശേഷം നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്ത് പറയും, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്ന് പറയും. അതായത് ഒരു കോസ്റ്റ് ഇൻകർ ചെയ്തു നമുക്കുണ്ടായതിന് ശേഷം അതിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, അതിനെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്ന് പറയും. ഇനി മറ്റൊരു ടേമാണ് വാട്ട് ഈസ് വേരിയൻസ് അനാലിസിസ്. എന്താണ് വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത്? അനാലിസിസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ കോസ്റ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓർ ബജറ്റഡ് കോസ്റ്റ്. ആക്ച്വൽ കോസ്റ്റും അതേപോലെ സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെ കണ്ടെത്തുന്ന അനലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും, വേരിയൻസ് അനാലിസിസ് എന്ന് പറയും. ഓക്കെ, ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത്. ഇനി സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ദാറ്റ് അസൈൻഡ് പ്രീ ഡിറ്റർമൈൻഡ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ടു പ്രൊഡക്റ്റ് ഓർ സർവീസ് ഇൻസ്റ്റെഡ് ഓഫ് ആക്ച്വൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഒരു പ്രൊഡക്റ്റിന് നമ്മൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് അല്ലെങ്കിൽ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് എന്ത് ചെയ്യുന്നു, അസേർട്ടൈൻ ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നത്. ഇനി വേറൊരു ടേമാണ് വാട്ട് ഈസ് ZBB. എന്താണ് ZBB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സീറോ ബേസ്ഡ് ബജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റീസെൻറ്റ് ട്രെൻഡ് ഇൻ ബജറ്റിംഗ്. അതായത് ഇറ്റ് സ്റ്റാർട്ട് ഫ്രം സീറോ. നോർമലി നമ്മൾ ബജറ്റുകൾ പ്രിപ്പയർ ചെയ്യുക കഴിഞ്ഞ വർഷത്തെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പ്രസൻറ്റ് ഇയറിലെ ഡാറ്റയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ നമ്മൾ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് സീറോയിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ വേറെ കഴിഞ്ഞ വർഷത്തേതോ ഈ വർഷത്തെയോ ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ടല്ല ബജറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, സീറോ ബേസ്ഡ് ബജറ്റിംഗ് അല്ലെങ്കിൽ ZBB എന്ന് പറയും. ഓക്കെ, അത് നോർമലി ഇത് സർവീസ് യൂസ്ഡ് ഫോർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഗവൺമെൻറ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ്റും ഒക്കെയാണ് ഇതിനെ യൂസ് ചെയ്തത് എന്നുള്ളതാണ്. എന്താണ് ബജറ്റ്? ഡിഫൈൻ ബജറ്റ്, ഡിസ്കസ് അബൌട്ട് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബജറ്റ്. ബജറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ പ്ലാൻ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി ഫോർ എ പീരീഡ് എന്നുള്ളതാണ്. ഓക്കെ, പ്ലാൻ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. ഒരു എന്താണ് പ്ലാനെ നമ്മൾ മണി രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നതിന് എന്ത് പറയും, ബജറ്റ് എന്ന് പറയും. ഓക്കെ, ഇവിടെ
ബജറ്റ് നോർമലി ഏതൊക്കെ തരത്തിലാകാം? ലോങ് ടേം ബജറ്റ് ആകാം, അക്കോർഡിംഗ് ടു ടൈം ലോങ് ടേം ബജറ്റ് ആകാം, ഷോർട്ട് ടേം ആകാം, കറണ്ട് ബജറ്റ് ആകാം. ലോങ് ടേം എന്ന് പറഞ്ഞാൽ ഫോർ 5 years ആണ്, ഫോർ 5 to 10 years ആണ്. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ ഫോർ എ പീരീഡ് ഓഫ് 1 to 2 years ആണ്. കറണ്ട് പീരീഡ് എന്ന് പറഞ്ഞാൽ കവേഴ്സ് പീരീഡ് ഓഫ് 1 month എന്താണ് കറണ്ട് ബജറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ലോങ് ബജറ്റ്, ഷോർട്ട് ബജറ്റ്, ഷോർട്ട് ടേം ബജറ്റ്, അതേപോലെ കറണ്ട് ബജറ്റ്. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫ്ലെക്സിബിലിറ്റി ആണ്. ഫ്ലെക്സിബിൾ ബജറ്റും ഫിക്സഡ് ബജറ്റും. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈനാമിക് ആണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റം വരുത്താൻ പറ്റും. ലെവൽ ഓഫ് ആക്ടിവിറ്റി മാറുന്നതിനനുസരിച്ച് ഈ ബജറ്റ് മാറിക്കൊണ്ടേയിരിക്കും. അതിനെയാണ് ഫ്ലെക്സിബിൾ ബജറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഫിക്സഡ് ബജറ്റ് എന്ന് പറഞ്ഞാലോ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ചേഞ്ച് ഇൻ ലെവൽ ഓഫ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി മാറുന്നതിനനുസരിച്ച് ഈ ഒരു ബജറ്റ് മാറുന്നില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫിക്സഡ് ബജറ്റ് എന്ന് പറയുന്നത്. ഇനി അക്കോർഡിംഗ് ടു ഫംഗ്ഷൻ ആണ്. ഫങ്ഷണൽ ബജറ്റുമുണ്ട്, മാസ്റ്റർ ബജറ്റുമുണ്ട്. ഫങ്ഷണൽ ബജറ്റ് എന്ന് പറഞ്ഞാൽ പ്രിപ്പയർഡ് ബൈ ഹെഡ്സ് ഓഫ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്ത്? ഇവിടെ ഫങ്ഷണൽ ബജറ്റ് എന്ന് പറയും. എന്നാലും മാസ്റ്റർ ബജറ്റ് എന്ന് പറഞ്ഞാൽ സമ്മറി ഓഫ് ഓൾ ബജറ്റാണ്. എല്ലാ ബജറ്റിൻ്റെയും സമ്മറിയാണ്. ഇപ്പോൾ സെയിൽസ്, പ്രൊഡക്ഷന്, പർച്ചേസ്, ഫിനാൻസ്, ഇങ്ങനെയുള്ള എല്ലാ ബജറ്റിൻ്റെയും സമ്മറിയെ സൂചിപ്പിക്കുന്നതാണ്. സമ്മറി ഓഫ് ഓൾ ബജറ്റിനെ നമ്മൾ എന്ത് പറയും? മാസ്റ്റർ ബജറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി എന്താണ് ബജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബജറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് പ്രിപ്പറേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ബജറ്റാണ്. അതായത് ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഓപ്പറേഷൻ നടത്തുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബജറ്റിംഗ് എന്ന് പറയുന്ന ടേം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് വർക്കിംഗ് പ്രോഗ്രസ്? എന്താണ് വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് അക്കൗണ്ടിങ്ങിൽ വരുന്ന, കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ വരുന്നതാണ്. അൺഫിനിഷ്ഡ് കോൺട്രാക്ട് അറ്റ് ദി എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ് ആണ്. ഒരു വർഷത്തിൻ്റെ അവസാനം ഫിനിഷ് ചെയ്യാത്ത കോൺട്രാക്റ്റിനെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഇതിൽ വർക്ക് സർട്ടിഫൈഡും ഉണ്ടാകും, വർക്ക് അൺസർട്ടിഫൈഡും ഉണ്ടാകും. വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് വാല്യൂ ഓഫ് വർക്ക് കംപ്ലീറ്റഡ് എസ് സർട്ടിഫൈഡ് ബൈ ദി ആർക്കിടെക്ട് ഈസ് നോൺ ആസ് വർക്ക് സർട്ടിഫൈഡ്. ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ എന്താണ് ഇത്രയും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് സർട്ടിഫൈ ചെയ്യുന്നതിനെയാണ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറയുന്നത് സർട്ടിഫൈ ചെയ്യാത്ത പോർഷനെയാണ്. ഓക്കെ, ഇനി അബ്നോർമൽ ഗെയിൻ പ്രോസസ് കോസ്റ്റിങ്ങിൽ വരുന്നൊരു ടേമാണ്. അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് ആക്ച്വൽ പ്രൊഡക്ഷൻ ഓവർ നോർമൽ ഔട്ട്പുട്ടാണ്. നോർമൽ ഔട്ട്പുട്ടിനേക്കാളും എന്താണ് പ്രൊഡക്ഷൻ, ആക്ച്വൽ പ്രൊഡക്ഷൻ എക്സസ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? അബ്നോർമൽ ഗെയിൻ എന്ന് പറയും. ഓക്കെ, ഇനി മറ്റൊന്നാണ് കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ്. കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എ കോസ്റ്റ് യൂണിറ്റ് ദാറ്റ് കമ്പൈൻസ് 2 or more യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്. ഒന്നിൽ കൂടുതൽ എന്താണ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റിനെ കമ്പൈൻ ചെയ്യുന്നതിനെയാണ് കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പെർ പാസഞ്ചർ പെർ കിലോമീറ്റർ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പെർ പാസഞ്ചറും പെർ കിലോമീറ്ററും 2 യൂണിറ്റ് ആണ്, രണ്ടും കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ 2 യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റിനെ കമ്പൈൻ ചെയ്യുന്നതിനെ കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തൊരു ടേമാണ് കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എനി ഐറ്റം ഫോർ വിച്ച് കോസ്റ്റ് ഇൻഫർമേഷൻ ഈസ് റിക്വയർഡ്. നമുക്ക് എന്തിൻ്റെ മുകളിലാണ് കോസ്റ്റ് ആവശ്യമായിട്ട് വരുന്നത് അതിന് നമ്മൾ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയും. ഇതൊരു പ്രൊഡക്റ്റ് ആകാം, അല്ലെങ്കിൽ ഒരു സർവീസ് ആകാം, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആകാം, അല്ലെങ്കിൽ ഒരു ജോബ് ആകാം, അല്ലെങ്കിൽ പ്രൊജക്റ്റ് ആകാം, അല്ലെങ്കിൽ കസ്റ്റമർ, എന്തുമാകാം. എന്തിനു മുകളിലാണ് നമുക്ക് കോസ്റ്റ് ആവശ്യമായിട്ട് വരുന്നത് അതിന് കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയും. അപ്പോൾ അപ്ലൈഡ് കോസ്റ്റിംഗ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില 1 word തിയറി ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.